ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സജൂസ് ടേസ്റ്റ്ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ഓണം സ്പെഷ്യൽ പിക്കിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചുവന്ന ഉള്ളിയാണ്. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം തൊലി കളഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരാതെ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചമുളകാണ്. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഇഞ്ചി, കറിവേപ്പില. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 3 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ തന്നെ 3 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്കത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് കോൺ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ലാസ്റ്റ് ടൈമിൽ നമുക്ക് നോക്കിയിട്ട് ഉപ്പ് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്തത് കാരണം നമ്മുടെ ഈ ഒനിയന് പെട്ടെന്ന് തന്നെ വഴന്ന് വരും കേട്ടോ. ഇപ്പോൾ തന്നെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലെണ്ണയിൽ മാത്രമായിട്ടും നമുക്ക് പിക്കിൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നിട്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ 2 നുള്ളൊക്കെ മതിയാവും. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ പൗഡർ എടുത്തിരിക്കുന്നത് കേട്ടോ. മാത്രമല്ല എരിവും കുറച്ച് കുറവായിരിക്കും. അതിനുശേഷം കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളടുത്ത് കായം പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേ കായം ആയാലും മതി. അത് ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുളകിൻ്റെയും ഒക്കെ ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒനിയനും എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മുളകൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇതൊരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി, അതായത് നമ്മൾ വിനാഗിരിയാണ് ചേർക്കുന്നത്, അതുകൂടി കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അച്ചാറിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ഗ്രേവി എത്രയാണോ വേണ്ടുന്നത് അതിനനുസരിച്ച് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. പുളി അധികം കൂടി പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ അത് പാകമായി കിട്ടും. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന കടുക്, ഉലുവ ഇതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലായിട്ട് നമുക്ക് ഒരു ഇതുപോലെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ആദ്യം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്, പക്ഷേ ഞാനിപ്പോഴാണ് ചെയ്തതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ, ഒനിയൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഞാനിടുന്ന ഓണം റെസിപ്പികളെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.